എക്സാം ടോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രസതന്ത്രം എന്ന വിഷയത്തിൽ PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയ. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ലാവോസിയ. രസതന്ത്രത്തിലെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ലാവോസിയ. പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് ആൽക്കമി. പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് ആൽക്കമി. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കമി എന്ന പേര് നൽകിയത് അറബികൾ. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കമി എന്ന പേര് നൽകിയത് അറബികൾ. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലി. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലി. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യൻ കണാദൻ. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യൻ കണാദൻ. അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് 2011. അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് 2011. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റോൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റോൾഡ്. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറി. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിലെ 3 കണങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിലെ 3 കണങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ കണങ്ങൾ, ഇതിനെ ന്യൂക്ലിയോൺ എന്നും പറയുന്നു. ന്യൂക്ലിയസിലെ കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് അത് ഇലക്ട്രോണുകളായിരിക്കും. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് ഇലക്ട്രോണുകളായിരിക്കും. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് പറയും. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ. ഒരു ആറ്റം അതിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ 105 ഇരട്ടി വലുതായിരിക്കും. ഒരാറ്റം അതിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ 105 ഇരട്ടി വലുതായിരിക്കും. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾ KLMN എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്.
ഓരോ ഷെല്ലിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n2. 2 × n × 2. n = നമ്പർ ഓഫ് ഷെല്ലിനെയാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾ K, L, M, N എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. ഓരോ ഷെല്ലിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2 × n × 2. n = നമ്പർ ഓഫ് ഷെൽസ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ, ഇത് സൂചിപ്പിക്കുന്നത് Z എന്നാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയെ മാസ് നമ്പർ എന്ന് പറയുന്നു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുക മാസ് നമ്പർ. ഇനി കണ്ടുപിടിച്ചത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡാണ് കണ്ടുപിടിച്ചത്. ആറ്റത്തിൻ്റെ പ്ലം പുട്ടിംഗ് മാതൃക, ആറ്റത്തിൻ്റെ പ്ലം പുട്ടിംഗ് മാതൃക കണ്ടുപിടിച്ചത് J.J. തോംസൺ. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് മാക്സ് പ്ലാങ്ക്. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് മാക്സ് പ്ലാങ്ക്. അനിശ്ചിതത്വ സിദ്ധാന്തം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഹൈസൻബർഗ്. അനിശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത് ഹൈസൻബർഗ്. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് സബ് ഷെല്ലുകൾ. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകളാണ് സബ് ഷെല്ലുകൾ. ഇവയ്ക്ക് SPDF എന്നിങ്ങനെ പേര് നൽകിയിരിക്കുന്നു. S stands for sharp, P stands for principal, D stands for diffuse, F stands for fundamental. അഞ്ചാമത്തെ സബ്ഷെൽ G എന്നറിയപ്പെടുന്നു. അഞ്ചാമത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് G എന്നറിയപ്പെടുന്നു. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. ഒരു മോൾ ആറ്റങ്ങളുടെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. ഒരു മോൾ ആറ്റങ്ങളുടെ മാസ് 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതി ആപേക്ഷിക മാസ്, അതായത് റിലേറ്റീവ് മാസ് എന്നറിയപ്പെടുന്നു. ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ് എന്നറിയപ്പെടുന്നു. ഒരാറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് അറ്റോമിക് മാസ് യൂണിറ്റ് AMU. AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ 12. AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കാർബൺ 12. കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ഭാഗമാണ് ആറ്റങ്ങളുടെ ആപേക്ഷിക മാസ് പ്രസ്താവിക്കാൻ യൂണിറ്റായി സ്വീകരിക്കുന്നത്. കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ഭാഗമാണ് ആറ്റങ്ങളുടെ ആപേക്ഷിക മാസ് പ്രസ്താവിക്കുവാൻ യൂണിറ്റായി സ്വീകരിക്കുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ്. അറ്റോമിക് മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ്. ഇനി നമുക്ക് ഭാരം നോക്കാം. ഓരോ കണങ്ങളുടെയും ഭാരം നോക്കാം. പ്രോട്ടോൺ ഇത് പോസിറ്റീവ് കണമാണ്. ഇതിൻ്റെ
ഭാരം എന്ന് പറയുന്നത് 1.672 ഇൻറ്റു 10 മൈനസ് 27 kg ആണ്. ഇലക്ട്രോണിൻ്റെത് നെഗറ്റീവാണ്. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10 മൈനസ് 31 kg ആണ്. ന്യൂട്രോൺ ചാർജ് ഇല്ല. ഇതിൻ്റെ ഭാരം 1.676 ഇൻറ്റു 10 27 കിലോഗ്രാമാണ്. അടുത്ത് ഐസോടോപ്പ്. എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. ഇതിനെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ്. ഉദാഹരണം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. എന്താണ് ഐസോബാർ? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ. ഇവയാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെ ഐസോബാർ എന്ന് പറയുന്നു. അടുത്തത് ഐസോട്ടോൺ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങൾ. ഇവയെ ഐസോട്ടോൺ എന്നറിയപ്പെടുന്നു. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങൾ. ഉദാഹരണം ന്യൂട്രോണുകളുടെ എണ്ണം ആണ്. അടുത്തത് ഐസോമർ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഐസോമറുകൾ എന്നുള്ളത് ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഉദാഹരണം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഇനി നമുക്ക് കുറച്ച് ബേസിക് ഫാക്റ്റ് നോക്കാം. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ, ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം, ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം, ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറീലിയം. ഒന്നും കൂടെ, ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ, ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം, ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം, ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറീലിയം. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം റഡോൺ. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം റഡോൺ. അടുത്ത നമുക്ക് തന്മാത്രകളെ കുറിച്ച് നോക്കാം. മോളിക്യൂൾസ്. പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയെ തന്മാത്ര എന്ന് പറയുന്നു. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണ്. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏകാറ്റോമിക തന്മാത്ര. ഏകാറ്റോമിക തന്മാത്ര. ഉദാഹരണം ഉത്കൃഷ്ട മൂലകങ്ങൾ. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2 ആറ്റം മാത്രമുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്ര. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2 ആറ്റം മാത്രമുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്ര. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവയാണ് ബഹു അറ്റോമിക തന്മാത്ര. ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവയാണ് ബഹു അറ്റോമിക തന്മാത്ര. ഉദാഹരണം സൾഫർ, ഫോസ്ഫറസ് എന്നിവ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് മോളിക്കുലാർ മാസ് എന്നറിയപ്പെടുന്നു. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസിനെ മോളിക്കുലാർ മാസ് എന്നറിയപ്പെടുന്നു. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുല തന്മാത്രാ സൂത്രം. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുല തന്മാത്രാ സൂത്രം. ഊഷ്മാവ് കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം കൂടുന്നു. ഊഷ്മാവ് കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം കൂടുന്നു. അടുത്തതായി മൂലകങ്ങൾ, എലിമെൻറ്റ്സ്. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നവയാണ് മൂലകങ്ങൾ. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നവയാണ് മൂലകങ്ങൾ. ഇവ ലഘുവായ പദാർത്ഥങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധവസ്തുക്കളാണ്.
ഈ മൂലകങ്ങളെന്ന് പറയുന്നത് ലഘുവായ പദാർത്ഥങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത ശുദ്ധ വസ്തുക്കളാണ് മൂലകങ്ങൾ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചത് ജോൺ ഡാൾട്ടൺ. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം IUPAC, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം IUPAC, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPACയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡാണ്. IUPACയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലാൻഡ്. മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ. മൂലകം അഥവാ എലമെൻറ്റ്സ് എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ. മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ബോയിൽ. മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ബോയിൽ. മൂലകങ്ങൾ അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബെർസേലിയസ്. മൂലകങ്ങൾ അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബെർസേലിയസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്.